Hi guys, back with the next topic. Same outfit, same place. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ റീസെൻ്റ്ലി ഞാൻ ഇട്ടതിൽ ഭയങ്കര വൈറലായിക്കൊണ്ട് പോയൊരു കണ്ടന്റ് ഉണ്ട് അരുണിമ. സോ അരുണിമയുടെ ടോപ്പിക്കാണ്. അധികം കത്തിയടിക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരാളെ പറ്റി എന്തോ ആയിക്കോട്ടെ, ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എൻ്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ അതിലിടുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ, എന്തോരം വീഡിയോസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. പല സമയത്തും ഞാൻ പല സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവങ്ങൾ ഉണ്ടാവുകയും അവിടുന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലി ഇതാക്കാനോ ഒന്നിനും എന്നെ ആരും വന്നിട്ടില്ല. ഇത്രയും നാളും എനിക്ക് നല്ലത് സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചില്ല, അത് എൻ്റെ മാത്രം ഇതാ. ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ എൻ്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് പോസിറ്റീവ്സ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും ഇറ്റ് വാസ് എ ഹ്യൂമൻ നേച്ചർ ടു ഫോക്കസ് ഓൺ ദി നെഗറ്റീവ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ അധ്യാപിക വന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാര്യമായിട്ട് പഠിപ്പിക്കുക. നേരെ പുറത്ത് നമ്മളുടെ സീനിയേഴ്സ് തമ്മിൽ തല്ല് നടക്കുക. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറെ ക്ലാസ് കേൾക്കാനാണോ നമുക്ക് തോന്നുക, അല്ലെ പുറത്ത് നടക്കുന്ന തല്ല് കാണാനാണോ തോന്നുക? സത്യസന്ധമായി പറഞ്ഞാൽ തല്ല് കാണാനാണ് എനിക്കും തോന്നുന്നത്. ദിസ് ഈസ് ഹ്യൂമൻ റൈറ്റ്. എവിടെയാണോ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നത് അവിടെയേ നമ്മൾ ഫോക്കസ് ചെയ്യും. പിന്നെ അരുണിമ ഒരു ദിവസം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് എത്രയോ വീഡിയോ ഇട്ടിട്ടുള്ള ആളുടെ ഓരോ വീഡിയോയിലും നടക്കുന്ന പ്രശ്നങ്ങളെടുത്ത് അഭിമുഖീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവും. പക്ഷെ ഇവിടെ നടന്ന ഈ ഒരു കോൺട്രവേഴ്സിയിൽ നമുക്ക് ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് തന്നെ തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ സമയത്ത് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ ഓപ്പോസിറ്റിലെ ആൾ വന്ന് പറഞ്ഞു. അരുണിമ നെവർ സ്പീക്ക് അബൌട്ട് ഇറ്റ്. അരുണിമ സോഷ്യൽ മീഡിയ പ്രൊഫൈലുള്ള ആളാണ്. അരുണിമ പോലും ഫ്രണ്ടിൽ വന്ന് ഇന്ന് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നടന്നത്, അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് ഇന്നേ വരെ അരുണിമ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ എവിടുന്ന് സത്യം കണ്ടുപിടിച്ച് സംസാരിക്കാനാണ്? പറഞ്ഞ റീച്ചും ഇതും എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ. ആ പൈസ ഞാൻ എൻ്റെ യാത്രാ അനുഭവങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ആക്കി യൂട്യൂബിലിടുന്നു, അതിൽ നിന്ന് പൈസ കിട്ടുന്നു, അത് വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു. ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഹാഫ് നേക്കഡായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ആള് തന്നെ ആളുടെ എന്തോ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് കൊടുത്തേക്കുവാണ്, ഇവിടെ ഇൻസൾട്ട് ചെയ്തു പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കേസ് കൊടുത്തേക്കുന്നു അങ്ങനെ. അപ്പൊ ആളെന്താ തന്നെ ചെയ്യുന്നത്? ആ സെയിം കാര്യമല്ലേ അപ്പൊ ആള് ചെയ്തേക്ക്. ഞാൻ പക്ഷെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല. മനസ്സിലായോ? ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ആള് പാവമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ യെസ് യു ഡു ചെയ്തിട്ടുണ്ട്. അരുണിമ വീഡിയോ കണ്ടില്ലേ? ഞാൻ ആ വീഡിയോ കണ്ടല്ലോ. പുള്ളിക്കാരൻ്റെ വീട് കാണിച്ചു, പുള്ളിക്കാരൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തു, പുള്ളിക്കാരൻ്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സിനെ പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്താ, യു ഡു എവറിത്തിങ് റൈറ്റ്. പുള്ളിക്കാരൻ തന്നെ ആ വീട്ടുകാരെ സഹിച്ചാണ് നിൽക്കുന്നത്, ഒരു പ്രായമായ ആളെ നോക്കുന്നില്ല, ഇതൊക്കെ പറഞ്ഞല്ലോ. മറവി ഉണ്ട്. പറഞ്ഞിട്ടില്ല. എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് എന്നെ പറ്റി ഇപ്പൊ ഇങ്ങനെ എഴുതിയിടുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ഇതെന്താന്ന്. അയാൾ പാവമാണ് എന്ന് പറഞ്ഞെങ്കിലും അയാൾക്ക് അരുണിമേനേക്കാൾ വലുത് അയാളുടെ മക്കളും മക്കളുടെ മക്കളൊക്കെയാണ്. സ്വന്തം മക്കളെ ഇരുന്ന് മോശമായി പറഞ്ഞാലോ പേരക്കുട്ടികളെ ഇരുന്ന് മോശമായി പറഞ്ഞാലോ അത് അവർക്ക് ഹേർട്ടാവും അരുണിമ. അല്ലാണ്ട് അയാൾ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മളുടെ ഒരു വേറൊരു സ്വഭാവമാണ്. അയാൾ വളരെ പാവമാണ് കേട്ടോ. എന്നെ ഭയങ്കര സ്നേഹിച്ചു, എന്നെ ഇങ്ങനെ കൊണ്ടുപോയി, പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു, പക്ഷേ എന്നെ സ്നേഹിച്ചു. ഈ സാധനമാണ് അരുണിമ അവിടെ കാണിച്ച്. എന്താണ് അരുണിമ ഇത്രയൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇതൊക്കെയാണോ പറയുന്നത്? ബ്രോ ആയിരുന്നേൽ എന്ത് ചെയ്യും? വീണ്ടും ആ വീട്ടിൽ തന്നെ നിൽക്കുമോ? ഞാൻ പറയുന്നുണ്ട്, ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്യില്ലായിരുന്നു. എന്തിനാ ബ്രോ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? ആ വീട്ടിൽ നിൽക്കാണ്ടിരിക്കലോ അരുണിമേൻ്റെ ഇഷ്ടമാണ്. അരുണിമ ആ വീട്ടുകാരെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ കരഞ്ഞു കൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നപ്പോഴാണ്
ഡെഫിനറ്റ്ലി ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തേ. ആ റിയാക്ട് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റുള്ള ആൾ ഇതിൻ്റെ സത്യാവസ്ഥ വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസൾട്ട് വന്നാൽ ആ വീട്ടിൽ നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പിറ്റേ ദിവസം വീഡിയോ എടുത്തിട്ട് അത് ഇടാനോ കടന്ന് കരയാനോ നിൽക്കില്ല. ഞാൻ അടുത്ത സ്റ്റേ കണ്ടുപിടിക്കും, പോകും. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ബാക്കിൽ പ്രശ്നം വരും എന്നുള്ളൊരു ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യാൻ ശ്രമിക്കണം. അതാണ് നല്ലത്. കൊച്ചുമോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് ഫേസ് ചെയ്ത ആൾ അരുണിമയാണെങ്കിൽ അരുണിമയെ തന്നെ ഇതിനെപ്പറ്റി വന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു ചാറ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വായിച്ചു തരാം. സത്യത്തിൽ ആ കൊച്ചു വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും എന്നാണ് അവർ തോന്നുന്ന എഴുതിയത്. എന്താ ഇനി ഇഷ്യൂ ഉണ്ടാക്കിയോ? വേറൊന്നുമല്ല, 4-5 ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. മെസ്സേജിൽ ഡിപ്രഷനൊക്കെ എന്നാണ് പറഞ്ഞത്. അവൻ ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ. അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ച് വന്നതും. നമ്മളെക്കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും, ഡ്രസ്സ് കഴുകിപ്പിക്കും, ഷൂ തുടയ്ക്കും. സത്യം പറയാലോ, ഞാൻ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്തു കൊടുത്തത്. ഞാനും ഹസ്ബൻഡും അടുത്ത വീട്ടിലെ കല്യാണത്തിലൊക്കെ കൊണ്ടുപോയി. ആ അമേരിക്കക്കാരൻ പറഞ്ഞത് ശരിയാവും. അവൾ വീട്ടിൽ വന്നാൽ അവളുടെ ഡ്രസ്സ് ഇൻക്ലൂഡിങ് ഇന്നർ വെയർ നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും. ഇതൊന്നും ഞാൻ അരുണിമേനെ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ തെറ്റാണ്. കാരണം വീട്ടിലൊരാൾ വന്നിട്ട് ഈ പണിയെടുക്കാൻ പറയുമ്പോഴേക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിഥി ദേവോ ഭവയൊക്കെയാണ്, അതിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ അതിഥി ദേവോ ഭവ ആകുന്ന സമയത്ത് ആലോചിക്കേണ്ടിയിരിക്കുന്നു, കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, കൊടുക്കേണ്ടാത്തവർക്ക് ഇത് കൊടുത്തിട്ട് കാര്യമല്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അരുണിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് കാര്യങ്ങൾ പുറത്ത് വരുന്നു. ഇതിനു മുമ്പും താമസിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തുറന്നു വരുന്നു. ഇവിടെ ക്ലിയർ കട്ടായി ഞാൻ പറഞ്ഞില്ല, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. കാരണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ എടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്നത്. ആ ക്യാഷ് ഉപയോഗിച്ച് സ്വന്തമായി ട്രാവൽ ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന ഒരു കൾച്ചറോ ഒരു സംസ്കാരമൊക്കെ പുറത്ത് കാണിക്കണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. പക്ഷേ അറ്റ് ദി എൻഡ് നമുക്ക് നമ്മളുടെ ഒരു പ്രൈവസി വേണം. അപ്പം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇതൊരു ലെസൺ ആക്കി എടുത്തുകൊണ്ട് ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് വല്ല ഹോട്ടലോ റൂമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത്രേ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് നിങ്ങളെടുത്തും നിങ്ങളുടെ ഒരു പ്രൈവസിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിലോട്ടോ മറ്റൊരാളെ കയറ്റുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളാക്കുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറ്റുക, താല്പര്യമെങ്കിൽ കയറ്റരുത്. ഇപ്പോൾ വയനാട് കാണാൻ കുറച്ച് ആൾക്കാർ വന്നു, അവരിവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി സേ നോ. അവരോട് വന്ന് ഞാൻ അവർക്ക് ഇവിടെ എൻ്റെ വീടും എൻ്റെ ചുറ്റും എൻ്റെ കൾച്ചറും എൻ്റെ സംസ്കാരവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ഫോട്ടോസും വീഡിയോസും കൊടുക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കും. അവർക്ക് 3 നേരം കഴിക്കാനുള്ള കേരള സ്റ്റൈൽ ഫുഡ് കൊടുക്കും. ബട്ട് അറ്റ് ദി നൈറ്റ് ഐ വിൽ സേ ദം ടു ലീവ്. ബിക്കോസ് നമുക്കറിയില്ല, പല സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ എന്താവും, പിന്നെ എന്ത് ഇഷ്യൂ ആവും, എന്ത് കോൺട്രവേഴ്സീസ് ആവും എന്നൊന്നുമുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിയും കൂടെ നമ്മളുടെ സൈഡിൽ നിന്ന് വേണം. അതിന് എത്ര വെൽ നോൺ പേഴ്സൺ ആണെങ്കിലും ആരൊക്കെയാണെങ്കിലും. സോ ഇതിനിപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എൻ്റെതായൊരു ആൻസർ ഉണ്ടാവും. മേ ബി നിർത്തുന്ന ആൾക്കാരുണ്ട്, നിർത്തിക്കോളൂ, ദാറ്റ് വാസ് യുവർ റൈറ്റ്. ഞാൻ ഒരാളുടെ വീട്ടിൽ പോയി നിൽക്കാനോ ഇവിടെ എനിക്ക് അറിയാത്ത ഒരാൾ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി അറിയാത്ത ഒരാളെ ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. വേണമെങ്കിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ തറവാടുണ്ട്, അവിടെ സ്റ്റേ ചെയ്യിക്കാം. കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടതാണോ? ഈ ലോകത്ത് ആരാ റൈറ്റ്, ആരാ തെറ്റ്, ആരാ എപ്പോഴാണ് സ്വഭാവം മാറുക, ആരാ എന്താ ചെയ്യുക, എങ്ങനെ പെരുമാറുക എന്നുള്ള പറയാനേ പറ്റൂല. പണി പാലും വെള്ളത്തിൽ കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 ഇവിടെ വന്ന് താമസിച്ചവനെ 5 കൊല്ലം കഴിഞ്ഞ് MDMAക്ക് പിടിക്കുകയാണെങ്കിൽ ഈ കേസ് അന്വേഷിച്ച് 5 കൊല്ലം എൻ്റെ വീട്ടിലെത്തിയതിൻ്റെ വർത്തമാനം വരെ നടക്കും. അതാണ് ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുന്നത്. സോ യൂസ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ആൻഡ് ഗൈസ്, താങ്ക് യു. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ടോ? എൻ്റെ അടുത്ത് കളിയാടോ, അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. മോർ കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ.